തളരാൻ പാടില്ല. ഈ പ്രിയപ്പെട്ട വേങ്ങരയുടെയും ചേറൂരിന്റെയും പരിസരത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളോടൊപ്പമുണ്ട്, ഉപ്പമാര് നിങ്ങളോടൊപ്പമുണ്ട്. ഈ വളർന്നു വരുന്ന പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള വെള്ളരിപ്രാവുകളെ പോലെ പറക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് പൊട്ടിക്കരയാൻ പാടില്ല. ഈ നാട് മുഴുവനും നിങ്ങളോടൊപ്പമുണ്ട്, സാദാത്യങ്ങളുടെ പൊരുത്തമുണ്ട്. അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോയാൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ആലിമല്ലെങ്കിലും ഒരു ഇൽമിന് വേണ്ടിയുള്ള കൊട്ടാര സൗധത്തിന്റെ ഖാദിമായി മാറാൻ കഴിയുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏറെ മഹത്വമുള്ളതാണ്. ആ ഒരു ചിന്ത ഈ സംഘാടകരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ ചിന്ത സംഘാടകരുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് ഇവിടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരും രക്ഷകർത്താക്കളും ഉപ്പമാരും തിരിച്ചറിയുക കൂടി ചെയ്യണം. എന്നാലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരു 5 ആളുണ്ടെങ്കിൽ ആ 5 വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരുടെ ഒരു മാസത്തെ ചെലവ് നടത്താൻ എത്രയോ ത്യാഗം ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ 300-400 മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട്ടിൽ വിശേഷമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ സന്തോഷമുണ്ടാകുമ്പോൾ ഈ മക്കളെ മറക്കരുത്, ഈ മക്കളെ ചേർത്ത് വെക്കണം. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരിൽ അനാഥ മക്കൾ കൂടിയുണ്ട് എന്നറിയുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷം ഇരട്ടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ വലിയ പൊരുത്തത്തിലൂടെയും അതിന്റെ വലിയ ഖിദ്മത്തിലൂടെയും മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും കഴിവും എനിക്കും നിങ്ങൾക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തെ ഇതുവരെ സഹായിച്ചവർക്ക് ഒരു ചെറിയ ദുആ കൂടി ചെയ്തിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുകയാണ്. റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ചയുടെ മഗ്രിബിന്റെ ബാങ്കിനോടടുത്ത സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. വിട പറഞ്ഞു പോയ ഗുരുനാഥന്മാർ, ഇൽമിന് വേണ്ടി ജീവിച്ചവർ, ദാറുൽ ഹുദയുടെ മുറ്റത്ത് മുല്ലപ്പൂവിന്റെ പരിശുദ്ധിയുമായി പുഞ്ചിരിച്ച് കിടക്കുന്ന ഇസീനുൽ ഉലമ ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാർ, പെരിന്തൽമണ്ണ കാപ്പിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാപ്പിൽ ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട OT മൂസ ഉസ്താദിനെ പോലെ, കുഞ്ഞാണി ഉസ്താദിനെ പോലെ ഒരുപാട് മഹാരഥന്മാർ, ബഹുമാനനും ആദരണീയനുമായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദിനെ പോലെ, ഈ അടുത്ത സമയത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ ആലിവ മുഹീദ്ദീൻ ഉസ്താദിനെ പോലെ ഒരുപാട് ഗുരുനാഥന്മാർ മറക്കാൻ കഴിയണില്ല പ്രിയപ്പെട്ടവരെ. ഓർമ്മയിൽ അവരൊക്കെ വലിയ തലയിൽ കെട്ടുമായി ഇൽമിന്റെ വിനയത്തിന്റെ നിറപുഞ്ചിരിയുമായി മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് വേണ്ടി കഴിഞ്ഞ പോയ കാലങ്ങളിൽ ത്യാഗം ചെയ്തവരെയും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മറ്റുള്ളവരോട് ഈ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ മുൻ തലമുറയിലുള്ള മക്കൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി കൈനീട്ടിയവരേറെയാണ്. അവരെയൊക്കെ സ്മരിക്കണം, അവരെക്കൊക്കെ ദുആ ചെയ്യണം. അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്. ഗുരുത്വവും പൊരുത്തവും ഇല്ലെങ്കിൽ ജീവിതം വട്ടപൂജ്യമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.